നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അകത്തേക്ക് വാ. എന്താണ് നോക്കുന്നത്? ഇഷ്ടായോ നിനക്ക്? ഇവിടെയാണോ ഞാൻ താമസിക്കുന്ന ഇടം എന്ന് ചോദിച്ചാൽ ആ, ഇതും എനിക്കൊരു ഇടം തന്നെയാണ്. ഇനി മുതൽ ദേവു ടീം ഇവിടെ കഴിഞ്ഞാ മതി. ഈ സ്ഥലത്ത് നിന്നെ തേടി ഒരു ശത്രുവും വരില്ല. പിന്നെ നിനക്കണിയാൻ ഞാനൊരു മോതിരം തരുന്നുണ്ട്. അത് എപ്പോഴും നിന്റെ വിരലുണ്ടാവണം. ആ മുറി ദേവൂട്ടിക്ക് ഉപയോഗിക്കാം. ക്ഷീണമുണ്ടെങ്കിൽ വിശ്രമിച്ചോളൂ. എങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിയാൽ മതി. ഞാൻ കുറച്ചു നേരം ഒന്ന് ധ്യാനിക്കട്ടെ. ശരണം ശരണം. എന്റെ ദേവി, വിദ്യാമ്മ ഇങ്ങനെ കാണുമ്പോ സാക്ഷാൽ മൂകാംബിക അമ്മയായിട്ട് തന്നെയാ തോന്നുന്നേ. എന്തൊരു ചൈതന്യോ അമ്മേ ദേവി. കശാപുതണ്ണം തുടങ്ങിയില്ലേ? ഞങ്ങൾ കുറെ നേരം ഇവിടെ കാത്തു നിൽക്കുക. അതെ, തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. അകത്ത് പൂജ കഴിഞ്ഞ് അത് തുടങ്ങും. നേദ്യം കഴിഞ്ഞ് അമ്മയ്ക്ക് നൽകിയതിനു ശേഷം മാത്രമേ അത് ഭക്തർക്കുള്ളൂ. നിങ്ങൾ അതുവരെ കാത്തു നിൽക്കണം. കുടിക്ക്. മുഴുവൻ കുടിക്ക്.
അവൻ അവിടുന്ന് പുറപ്പെട്ട സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്താ അവൻ ലേറ്റ് ആവുന്നേ? വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഈശ്വര, എന്റെ കുഞ്ഞിനിത് എന്ത് പറ്റിയോ എന്തോ. ഇവനെന്താ ഫോൺ എടുത്തൊന്ന് കാര്യം പറഞ്ഞ? എല്ലാവരും കൂടി മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലേ ഉള്ളൂ. ആ, തമ്പിയേട്ടനൊന്നും അറിയണ്ടല്ലോ. ലാപ്ടോപ്പും തുറന്നിരുന്നാ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാ പോലും അറിയില്ല. അതിന് ആകാശം ഇടിഞ്ഞു വീണോ? എപ്പോഴായിരുന്നു? ഞാനതൊന്നും അറിഞ്ഞില്ലല്ലോ. തമ്പിയേട്ടാ, ഇങ്ങനെ കളിയാക്കിയാലുണ്ടല്ലോ. തമ്പിയേട്ടൻ ഞാൻ അനുഭവിക്കുന്ന ടെൻഷനൊന്നും തമ്പിയേട്ടൻ അറിയണ്ടല്ലോ. എടോ, തന്റെ ഈ വെപ്രാളം പരവേശമൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ടെൻഷൻ ആവണ്ട, അവൻ ഇങ്ങ് വന്നോളൂ എന്ന് ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ ശ്രീയോട് പറഞ്ഞല്ലേ. പക്ഷെ അതൊന്നും തന്റെ തലയിൽ കേറില്ല. പിന്നെ ഞാൻ എന്തു വേണം? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി മനസ്സ് വിഷമിപ്പിച്ചാലേ ശ്രീക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആ എടോ, ഇപ്പൊ എന്താ തന്റെ പ്രശ്നം? മൂകാംബികയെന്ന് പുറപ്പെട്ട സന്ദീപ് ഇതുവരെ ഇവിടെ എത്താത്തതാണോ, അതോ താൻ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കാത്തതാണോ? രണ്ടും എനിക്ക് പ്രശ്നം തന്നെയാ. എന്താ ലേറ്റ് ആവുന്നെങ്കിലും അവന് നമ്മളെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നോ? വെറുതെ മനുഷ്യനെ എങ്ങനെ ഇട്ട് ആദ്യ കേട്ടണോ? അവനങ്ങനെ വീട്ടിലിരിക്കുന്നവരെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ശീലം പൊതുവേ ഇല്ലെന്ന് തനിക്കറിയാലോ. ഏതായാലും അവൻ മൂകാംബികയെന്ന് പുറപ്പെട്ടു എന്നുള്ള കാര്യം ആ മുരളി വിളിച്ചു പറഞ്ഞതാണേ. ആ സ്ഥിതിക്ക് അവൻ ഇങ്ങോട്ടല്ലാതെ വേറെ എവിടെ പോവാനാ? ലേറ്റ് ആവുന്ന ചിലപ്പോ വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ടതാവും. NHന്റെ വർക്ക് നടക്കുകയല്ലേ. എന്നാലും വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് അവനൊന്ന് ചിന്തിച്ചൂടെ? എടോ, ആ ചിന്തയുള്ളത് കൊണ്ടാണല്ലോ അവൻ നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടത് തന്നെ. താനൊന്ന് സമാധാനിക്ക് ശ്രീകളെ, അവനിങ്ങ് വന്നോളും. തമ്പിയേട്ടാ, അവന്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ ആ പെൺകുട്ടിയുടെയും അച്ഛന്റെയും കാര്യങ്ങളാവും. അവരെയും കൂടി തനിക്ക് നഷ്ടപ്പെടുമെന്ന തോന്നലിൽ അവൻ വല്ല അവിവേകത്തിന് മുതിരുമെന്നാ എന്റെ പേടി. ശേ, താൻ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് കാട് കയറണ്ട. അവൻ അങ്ങനെ ഒരു വിഡിത്തത്തെ പറ്റി ഇനി ചിന്തിക്കുകയില്ല. ആ പിന്നെ ഇനി അവൻ വരുമ്പോ താൻ ആ മാറ്റർ കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അവരുടെ കാര്യം പറഞ്ഞ് അവനെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. എടോ, ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന് അവനാദ്യം ഒന്ന് വന്നു കിട്ടണ്ടേ? എന്റെ ഭഗവതി, എന്റെ മോനെ ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങ് കൊണ്ടെത്തിച്ചേക്കണേ. തറവാട്ടമ്പലത്തിൽ ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നേക്കാമേ.